നമുക്കൊരു നിത്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്നെനിക്കും ഓർപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്തതൊന്ന്. പക്ഷെ ഇതൊക്കെ തീരുന്നൊരു ദിവസമുണ്ട്. സോക്രട്ടീസ്, ഞാനൊരു ട്രാക്റ്റ് അത് പല ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഭാഷയിലും ആ ട്രാക്റ്റ് ഏകദേശം അതുപോലെയുള്ള കുറച്ച് ട്രാക്റ്റുകൾ, ഏകദേശം 50 ലക്ഷം ട്രാക്റ്റ് ഞങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ചെയ്യാൻ, 50 ലക്ഷം ട്രാക്റ്റുകൾ പ്രിൻ്റ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ട്രാക്റ്റ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്റ്റാണ്. അത് ഞാൻ പറയാൻ കാര്യം, ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം കൊടുക്കുന്ന ഒരു ട്രാക്റ്റാണത്. ഞാൻ എഴുതിയൊരു ട്രാക്റ്റാണ് അത്. സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം സാധാരണ ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അത്. അദ്ദേഹം ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഒരിക്കൽ അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം ആ സ്കൂളിലെ പയ്യനോട് ചോദിച്ചു, മോനെ നീ എവിടെ പോവുക? എന്നോട്, ഞാൻ സ്കൂളിൽ പോവുക. സ്കൂളിൽ നിന്ന് എവിടെ പോകും? അവിടെ ഞാൻ വീട്ടിൽ പോകും. വീട്ടിൽ നിന്ന് പിന്നെ സ്കൂളിൽ പോകും. വീട് സ്കൂള്. ഇത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടും. ജോലി കിട്ടിയിട്ടോ? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണമൊക്കെ കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് പിള്ളേരൊക്കെ ആകും. എന്നിട്ട് അവർ സ്കൂളിൽ പോകും, അവർ പഠിക്കും, അവർക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് പ്രായമാകും. അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകും? അത് കഴിഞ്ഞ് എന്തുവാ, ഞാൻ മരിക്കും. മരിക്കുമ്പം എൻ്റെ പിള്ളേർ വന്ന് എന്നെ അടക്കം ചെയ്യും. എന്നിട്ട് സോക്രട്ടീസ് ചോദിച്ചു, അവിടുന്ന് ഇവിടെ പോകും? അവിടുന്ന് ഇവിടെ പോകും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാക്കിയൊക്കെ നമുക്കറിയാം. അടുത്തത് നമ്മളെല്ലാം പ്ലാൻ ചെയ്യാണ്. ഭയങ്കര പ്ലാനിങ്ങാണ് നമുക്ക്. എല്ലാ കാര്യത്തിനും ഭയങ്കര പ്ലാനിങ്ങാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നമ്മൾ ശവക്കോട്ടയിലേക്ക് പോകുന്നെന്ന് വെക്കുക. നമ്മളെ കൊണ്ടുപോവുകയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ പോവുകയായിരുന്നു. പക്ഷേ ശവക്കോട്ടയിൽ നമ്മൾ തന്നെ പോവുകയല്ല, നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് എവിടെ പോകും? ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. അത് കഴിഞ്ഞുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് എവിടെ പോകും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. അത് വിശ്വാസികളും ആലോചിക്കണം, അല്ലാത്തവരും ആലോചിക്കണം. വിശ്വാസികളും ഇന്ന് ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്ത് ഭയങ്കര പ്ലാനിങ്ങാണ്. പക്ഷേ മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കണം. അതാണ് വാസ്തവത്തിൽ സുവിശേഷമെന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവ് ചെയ്യത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാം നമ്മളെപ്പോഴും പറഞ്ഞ എന്തുവാണ്, നമ്മുടെ പാട്ടുകളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ചാണ്. അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കർത്താവ് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്തു തരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തൊന്നുണ്ട്, നിത്യജീവൻ. അത് നമ്മൾ ആലോചിക്കണം. അത് വിശ്വാസികളും ആലോചിക്കണം. കാര്യം ഇന്ന് വിശ്വാസികളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എല്ലാവരും അല്ല, പലരും ആലോചിക്കുന്നില്ല. അപ്പോൾ ആ നിത്യജീവനെക്കുറിച്ച് ഒരു ചിന്ത. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാ മനുഷ്യനും ഒരു ദിവസം മരിക്കും. ലോകത്തിലെല്ലാവരും മരിച്ചിട്ടുണ്ട്. ജനിച്ച എല്ലാ മനുഷ്യനും മരിച്ചു, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ജനിച്ച മനുഷ്യൻ മരിച്ചു. പക്ഷേ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനെക്കുറിച്ച്, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ അവിടെ ആ നിത്യജീവനിൽ നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടതായ സന്ദേശം. ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഇതിന് പുറത്ത് ഏതെങ്കിലും വീട്ടിലിരുന്ന് ആരെങ്കിലും ഒരു വ്യക്തി നിത്യജീവനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി, ഇനി ഇതിനകത്തുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും, അവർ നിത്യജീവനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെ മടങ്ങിപ്പോകാൻ ഇടയാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാനിതൊരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയായിട്ടും മീറ്റിംഗായിട്ടും മാത്രം കാണാതെ, തീർച്ചയായിട്ടും നമുക്കൊരു കൂട്ടായ്മയുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മൾ പാടി ആരാധിച്ചു, എല്ലാം നല്ല കാര്യമാണ്, അത് നമ്മൾ സഭായോഗത്തിന് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു പബ്ലിക് മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം അത് പ്രയോജനമാകണം. അത് നമുക്കും പ്രയോജനമാകണം. നമുക്കും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഭവനം, സ്വർഗം ദൈവം പണിയുന്ന ഭവനമാണ്. എബ്രായ ലേഖനത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനായിട്ട് അവർ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് നമുക്കുണ്ടോ? വിശ്വാസികളോടും അവിശ്വാസികളോടും ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് വിശ്വാസികളോട് ചോദിക്കട്ടെ, ആ ഒരു കാത്തിരിപ്പ്. അബ്രഹാമും മറ്റുള്ള വിശുദ്ധന്മാരായ ആളുകൾ, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ, അവർക്ക് ദൈവം, നമ്മളെല്ലാം അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പലരും ഇവിടെ നിന്നൊക്കെ പറയും. പക്ഷെ എന്താ ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം? അത് അബ്രഹാം ഒന്നുമില്ലാത്തവനായിരുന്നു, അവന് കനാൻ നാട് കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയും. പ്രിയമുള്ളവരെ, അബദ്ധം പറയരുത്. അബ്രഹാം ഒന്നുമില്ലാത്തവനൊന്നും അല്ലായിരുന്നു. അബ്രഹാം എല്ലാം ഉള്ളവനായിരുന്നു. അവൻ പട്ടിണി കിടന്നപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ച് കനാൻ നാട് കൊടുത്തതൊന്നും അല്ല. ഹാരാൻ എന്ന പട്ടണത്തിൽ ധനികനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഏകദേശം ഒരു നാട്ടുരാജാവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ് അബ്രഹാം. നമുക്കറിയാമല്ലോ, ലോത്തിനെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാമാ പോയി രക്ഷിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്, അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ ഉണ്ടെങ്കിൽ അവനൊരു ചെറിയ രാജാവല്ലേ? അങ്ങനെ ജീവിച്ചവനല്ലേ? അവൻ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച സമ്പാദ്യമൊക്കെയൊന്ന്, ഹാരാനിൽ അവൻ സമ്പാദിച്ചവനാണ്. ഞാൻ ഹാരാനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത്, ആ കാലയളവിൽ ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ഹാരാൻ. ആ കാലയളവിലെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമാണ് ഹാരാൻ. ഒന്നുമില്ലാത്ത ഒരു കുടിലൊന്നും അല്ലായിരുന്നു അബ്രഹാമിൻ്റേത്. അങ്ങനെ ധനികനായിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് പറഞ്ഞത്. ദേശം കണ്ടിട്ടല്ല അബ്രഹാം പോയത്. ചിലപ്പോൾ ആളുകൾ പറയും, കനാൻ നാട് കിട്ടുമെങ്കിൽ ഹാരാൻ വിടാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എൻ്റെ പ്രിയമുള്ളവരെ, കനാൻ നാട്ടിലേക്കാണ് പോകുന്നതെന്ന് പോലും ദൈവം അവനോട് നേരത്തെ പറഞ്ഞില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അവൻ പോയി എന്നാണ്, പുറപ്പെട്ടു. കനാൻ നാട്ടിൽ ചെന്നപ്പം പറഞ്ഞു, ആ ശരി, ഈ ദേശം നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. കനാൻ നാട്ടിൽ ചെന്നപ്പോൾ പിന്നെ ഒത്തിരി വർഷങ്ങൾ കനാൻ നാട്ടിൽ താമസിച്ചു. ഒരു കാര്യം അറിയാമോ? 1 ഇഞ്ച് ഭൂമി ഈ കനാൻ നാട്ടിൽ അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് ദൈവം അവന് കൊടുത്തില്ല. അവൻ എവിടെ താമസിച്ചത്? ഹാരാനിൽ അവൻ വലിയ ഇഷ്ടിക വീടുകളിൽ താമസിച്ചിരുന്നവനാ. പക്ഷേ കനാനിൽ വന്ന് അവൻ താമസിച്ചത് എവിടാന്നറിയാമോ? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്തുകൊണ്ട്? അവനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണം ഒരുങ്ങുന്നുണ്ട്, എനിക്ക് അത് മതി, എനിക്കിവിടെ കൊട്ടാരമൊന്നും വേണ്ട. കൂടാരങ്ങളിൽ താമസിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു,
ഇവിടെ എന്തോ കിട്ടാനാ, എന്തോ പിന്നെ. വാഗ്ദത്ത ദേശത്ത് അവനൊരു അന്യദേശത്ത് എന്നതുപോലെ പാർത്തു, പരദേശിയായിട്ട്. അവൻ പറഞ്ഞു, ഈ നാട് എൻ്റെ നാടൊന്നും അല്ല, നാട് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തരുന്നേ തരട്ടെ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. വാഗ്ദത്തത്തിൽ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ, യാക്കോബ് തീരെ കുഞ്ഞാ, അവനെ വിളിച്ച് മടിയിലിരുത്തി ഇസഹാക്കിനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സമ്പത്തും പാരമ്പര്യവും എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി വന്നതാ. അന്ന് കർത്താവ് എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇവിടെ വന്നവൻ പറഞ്ഞു ഈ ദേശം തരാമെന്ന്. ഇതുവരെ തന്നിട്ടില്ല, വേണ്ടെന്നേ. എന്നാൽ എനിക്ക് ദൈവം ഒരു കാഴ്ച കാണിച്ചു തന്നു. എന്തോ ആ കാഴ്ച? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാണിച്ചു തന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സ് പതിക്കരുത് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ, ഇവിടെ കൂടാരം മതിയെന്നേ. ജീവിക്കണം, നമുക്കെല്ലാം ജീവിക്കണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി, ജീവിക്കണം. പക്ഷെ അതിനപ്പുറത്ത് വാരിക്കൂട്ടി വലിയ സമ്പന്നനാകാനെന്ന് നീ നോക്കണ്ട. എടാ, സ്വർഗത്തിൽ പോകാൻ നോക്കണം. അബ്രഹാം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, സ്വർഗത്തിൽ പോകാൻ നോക്കണം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ടാണ് പ്രിയമുള്ളവരെ വാക്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു വായിക്കാത്തത്. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. അതുകൊണ്ട്, എന്തുകൊണ്ട്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരുടെ മനസ്സ് ഭൂമിയിലേക്ക് പോയില്ല, സ്വർഗീയമായതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് സ്വർഗം മതി, ഭൂമി ജീവിക്കണം, അതൊക്കെ മതിയെന്നേ. അല്ലാതെ ഇവിടെ എനിക്ക് വാരിക്കൂട്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയിരുന്നത് കൊണ്ട് ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവം, ഞാൻ യാക്കോബിൻ്റെ ദൈവം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അപ്പൻ പറയുന്നത് പോലെ കർത്താവ് പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്ന്. എന്തുകൊണ്ടാണ്? അവൻ്റെ കണ്ണുകളിൽ സ്വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ മനസ്സിൽ സ്വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവനെക്കുറിച്ച് ദൈവത്തിന് അഭിമാനമുണ്ട്. നിത്യതയുടെ ദർശനം കളഞ്ഞിട്ട് ഭൂമിയിൽ കണ്ണ് നട്ട് ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവത്തിന് അഭിമാനമില്ല, അപമാനമാണ്. എൻ്റെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാ, പിന്നെ അവക്ക് ഇപ്പോഴും ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ എന്ന് ദൈവം പറയാൻ ഇടവരരുത്. സ്വർഗത്തെ കാംക്ഷിച്ചിരിക്കണം, ആ സ്വർഗീയ ദർശനത്തിൽ ജീവിക്കണം, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം. ഞാൻ അതിന് പരിശ്രമിക്കുന്ന ഒരാളാണ്. ഓരോ നിമിഷങ്ങളിലും യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് നമ്മൾ പലരും സൺഡേ ക്രിസ്ത്യൻസാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ഞായറാഴ്ചയെ ആലോചിക്കുന്നത് തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, അതൊക്കെ അറിയാം, എല്ലാം അറിയാം. ചിലപ്പം ഞായറാഴ്ച മാത്രമല്ല, ചിലപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയെന്നിരിക്കും. ചിലപ്പം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അതൊന്നും ഇന്നും വീടുകളിലൊന്നും ഇല്ല. പക്ഷെ ദൈവം ഒരു നിരന്തര യാഥാർത്ഥ്യമാകുന്ന അനുഭവം, അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത്. യേശുവിനെ എപ്പോഴും അറിയുന്ന അനുഭവം. യേശു എൻ്റെ മുമ്പിൽ, ഞാൻ യേശുവിലും യേശു എന്നിലും, ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഇന്ന് രാത്രിയിൽ അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും നിത്യതയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. മരിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ദർശനം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനാണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചാൽ ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയുന്നവർ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവൻ മാത്രമേ മരിച്ചാലും യേശുവിൻ്റെ കൂടെ പോകത്തുള്ളൂ. അല്ലാതെ ആരും പോകത്തില്ല. ചുമ്മാ അങ്ങ് പോയേക്കും എന്ന് പറഞ്ഞ്, പോൾ വാഷർ എന്ന് പറയുന്നൊരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് സഭയുടെ
ഏറ്റവും വലിയ അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അദ്ദേഹം പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനേകർ സഭയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് അവരുടെ ചിന്ത, പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും അതെ എന്ന്. അത് ഞാൻ 23 വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൺവെൻഷന് പോയി. പാസ്റ്റർ ചോദിച്ചു ആര് യേശുവിനെ സ്വീകരിക്കും? ഞാൻ കൈപൊക്കി. ഇപ്പം കൈപോലും പൊക്കണ്ട, ടിക്ക് ഇട്ടാൽ മതി. ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി നേരെ സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അങ്ങനെ ദൈവം സ്വർഗം വലിയ ഇഷ്ടംപോലെ സ്ഥലമല്ലയോ, അവിടെ കുറച്ചു പേരെങ്കിലും കയറ്റാതിരിക്കുമോ? ഇല്ല. സ്വർഗം ഒരു വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധന്മാർക്കല്ലാതെ ഒരാൾക്കും അതിനകത്ത് കയറാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ മാത്രം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സ്വർഗം തരിശ് കിടന്നാലും ഒരു അശുദ്ധനെ ദൈവം അതിനകത്തേക്ക് കയറ്റത്തില്ല. ചിലപ്പോൾ ആരുമില്ലാതെ അവിടെ തരിശ് കിടക്കുകയാണ്, അങ്ങനെയൊന്നും അല്ല. ഇഷ്ടംപോലെ ആൾക്കാർ സ്വർഗത്തിലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ തരിശ് കിടന്നാലും അശുദ്ധനെ അവിടെ കയറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരും പുറത്തുള്ളവരും ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്ന് ആലോചിക്കണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ പോകുമോ? ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത്. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ആരാണ് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആരാണ് മരണശേഷം സ്വർഗത്തിലേക്ക് പോകുന്നത്? നിത്യജീവൻ പ്രാപിക്കുന്നത് ആരാണ്? ദൈവരാജ്യത്തിലേക്ക്. ആ ദൈവരാജ്യം, അതായത് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതും അവിടെ തുടരുന്നതുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ തുടങ്ങിയവനെ അവിടെ തുടരത്തുള്ളൂ. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ആ ദൈവം ഇവിടെ നിന്റെ രാജാവാണെങ്കിലേ അവിടെ നീ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. ഇവിടെ എൻ്റെ രാജ്യത്തിൽ, സാത്താൻ്റെ രാജ്യത്തിലോ, ഇനി അതല്ല എൻ്റെ സ്വന്തം സ്വയത്തിലോ. ക്രിസ്ത്യസ് പാസോ അങ്കിള് എഴുതിയ പുസ്തകത്തിനകത്ത് ഈ സ്വയത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വയത്തിൻ്റെ രാജ്യത്തിൽ ജീവിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. ഇവിടെ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവൻ മാത്രമേ അവിടെ പോകത്തുള്ളൂ. ഇവിടെ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവൻ അവിടെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. അല്ലാതെ ഇവിടെ സാത്താൻ്റെ കൂടെ ജീവിച്ചിട്ട് മരിക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് ആരും ചിന്തിക്കണ്ട. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മരിച്ച ശേഷം ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മരിച്ച ശേഷം നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഒരാത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അങ്ങ് തുറന്നു പറയുക. മരിച്ച ശേഷം കുർബാന ചൊല്ലിയാലും, ഐ എം സോറി, ഞാൻ മതത്തെ ഒന്നും ഇതായിട്ട് പറയുന്നതല്ല, ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല. മരിച്ച ശേഷം നിങ്ങൾ കുർബാന ചൊല്ലിയാലും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാലും വിശുദ്ധന്മാർ സ്വർഗത്തിലേക്കൊന്നും ആരെയും കയറ്റിക്കൊണ്ട് പോകത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അവനവൻ വേദപുസ്തകമല്ലേ നമ്മളെ അടിസ്ഥാനം? എന്താണ് നമ്മുടെ അടിസ്ഥാനം? വേദപുസ്തകമാണ്. നിങ്ങൾ ഈ വേദപുസ്തകത്തിൽ പറയുന്നതേ വിശ്വസിക്കാവൂ. അല്ലാതെ ആരെങ്കിലും പാസ്റ്റർമാർ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. വേദപുസ്തകത്തിലുള്ളതാണോ എന്ന് നോക്കണം. അച്ഛന്മാർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട, പാസ്റ്റർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം വേദപുസ്തകത്തിലില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നോട് പറയണം, ബ്രദറെ അത് വേദപുസ്തകത്തിലുള്ളതാണോ എന്ന് ചോദിക്കണം. ബെരോവായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അവർ വചനം കൈക്കൊണ്ടു, എന്നാൽ അവർ ഭവനത്തിൽ ചെന്ന് അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഇന്ന് ഞാൻ പറയുന്ന വാചകത്തിൽ എന്തെങ്കിലും, വാക്കുകളിൽ എന്തെങ്കിലും തിരുവചനത്തിലുള്ളതല്ലെങ്കിൽ
നിങ്ങൾ എന്നോട് ചോദിക്കണം. പാസ്റ്ററോട് ചോദിച്ചാൽ എൻ്റെ ഫോൺ നമ്പരോ അഡ്രസ്സോ എന്ത് വേണമെങ്കിലും തരും. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ദൈവവചനത്തിലുള്ളതല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. അബദ്ധം ആർക്കും പറ്റാം. പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ 45 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. 50 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. അന്ന് തൊട്ടേ പ്രസംഗിക്കുന്നുണ്ട്, പരസ്യത്തിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. 45 വർഷമായിട്ട് ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 45 വർഷവും ഞാൻ പഠിപ്പിച്ചത് ദൈവവചനത്തിൽ നിന്നാണ്. അതാണ് എനിക്ക് ആകെയുള്ള അഭിമാനം. പൗലോസിനും ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നല്ലോ, ആ കാര്യത്തിലാണ് എനിക്ക് ആകെയുള്ള അഭിമാനം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഇല്ല. എൻ്റെ സ്വന്തം കാര്യത്തിലൊന്നും എനിക്ക്, എൻ്റെ വാക്കുകളിലൊന്നുമല്ല. ദൈവവചനം, ആ വചനം എന്ത് പറയുന്നു? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ന്യായവിധി എന്നുള്ളത് ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും അറിയണം. മരണശേഷം ആരെങ്കിലും നമ്മളെ സ്വർഗത്തിൽ കയറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് കഴിയത്തില്ല. കാര്യം ദൈവവചനം പറയുന്നു, ന്യായവിധി എന്നത് എങ്ങനെയാണ്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അവിടെ ചെല്ലുമ്പോൾ നിന്റെ പേരിൽ എത്ര കുർബാന ചൊല്ലിയെന്നൊന്നും ആരും ചോദിക്കത്തില്ല. ഇന്നാര് പറഞ്ഞായിരുന്നു നിന്നെ കൂടെ അങ്ങ് കയറ്റണമെന്ന് എന്ന് പറഞ്ഞ് അവിടെ ആരെയും കയറ്റി വിടത്തില്ല. അവിടെ ചോദിക്കും, നീ ജീവിച്ചപ്പോൾ നീ എന്ത് ചെയ്തു? നീ ശരീരത്തിലിരുന്നപ്പോൾ യേശു നിനക്കാരായിരുന്നു? ശരീരത്തിലിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്നവരോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുന്നു, ശരീരത്തിലിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിച്ചവൻ മാത്രമേ സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും പെന്തിക്കോസിൽ പോയാലും നിങ്ങൾ രക്ഷപ്പെടത്തൊന്നുമില്ല. പള്ളിയും പെന്തിക്കോസും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ ജീവിതമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം, ഒരു ഭാഗം വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ തന്നെ ചില വേദഭാഗങ്ങളുടെ ചേർത്ത് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വ്യക്തി യേശുവിനെ കാണാൻ വരുന്നത് നമ്മൾ കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ വ്യക്തി ചില്ലറക്കാരനൊന്നുമല്ല. 1, അവൻ യഹൂദനാണ്. 2, അവൻ പരീശനാണ്. ആ കാലയളവിൽ പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പരീശൻ പോലെയല്ല. നമ്മൾ പറയും അവനൊരു പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടഭക്തൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ കാലയളവിൽ പരീശന്മാരെന്ന് പറയുന്നത് ദൈവവചനത്തെ, ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ. അതിനകത്ത് ചിലരൊക്കെ കള്ളത്തരം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പരീശന്മാരെല്ലാം മോശക്കാരൊന്നും ആയിരുന്നില്ല. പരീശൻ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമാണ്. പൗലോസ് തന്നെ പറയുന്നു, എന്താ പറയുന്നത്? ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടാണ് പറയുന്നത്. ആ കാലയളവിലെ ആത്മീകരായ ആളുകളായിരുന്നു പരീശന്മാര്. അങ്ങനെയുള്ള പരീശൻ, എന്നാൽ ഇദ്ദേഹം യഹൂദനാണ്, പരീശനാണെന്ന് തന്നെയല്ല, യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ റൂളർ ഓഫ് ദ ജ്യൂസ് എന്നാണ്. യഹൂദന്മാരുടെ ഒരു ഭരണാധികാരിയായിരുന്നു. ഒരു ഭരണാധികാരി, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആള്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആള്, ആത്മീയ
മണ്ഡലത്തിൽ മതപരമായ സ്വാധീനമുള്ള ആള് രാഷ്ട്രീയ സ്വാധീനമുള്ള ആള്, ഒരു ഉന്നത കുലജാതനായ വ്യക്തി, എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തി നിക്കോദിമോസ്. ദൈവവിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, ന്യായപ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണ്. അഥവാ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളിടത്തോളം അനുസരിക്കുന്ന വ്യക്തി, കള്ളനല്ല. അങ്ങനെ ഒരു വ്യക്തി, ആ കാലയളവിൽ അവർ വിശ്വസിച്ചിരുന്നത് യഹൂദന്മാര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, ഞാനൊരു യഹൂദനാണ്, ഒരു യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്. അപ്പോൾ ഒരുത്തന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ ആദ്യം യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കണമെന്നാണ് അവരന്ന് പഠിപ്പിച്ചിരുന്നത്. അതനുസരിച്ച് നിക്കോദിമോസിന് ബോധ്യമുണ്ട്, ഞാനൊരു യഹൂദനാണ്, യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്, പിന്നെ ഞാൻ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ്, പരീശനാണ് എന്ന് തന്നെയല്ല രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതായ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് നോർമൽ വേയിൽ അയാൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളതിന് വലിയ സംശയമൊന്നും ഇല്ല. നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള പല ആളുകളുമുണ്ട്. മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന, പള്ളിയിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന, പള്ളി പോകുന്ന, പെന്തിക്കോസിൽ പോകുന്ന ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകുന്ന അതുപോലെയുള്ള ആളുകൾ അവർ ചിന്തിച്ചിരിക്കുന്നത്, അയ്യോ ഞാൻ സ്വർഗത്തിലല്ലാതെ. അതാണ് ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ തെറ്റായ അഷ്വറൻസ്, ഉറപ്പ്, തെറ്റായ ഉറപ്പ്. ഈ വ്യക്തി യേശുവിൻ്റെ അടുത്ത് ചെന്ന്, അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുത്ത് അയാൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും, ഇവൻ എന്തിനാ യേശുവിൻ്റെ അടുത്ത് പോകുന്നത്? വല്ല പാപിയാണെങ്കിൽ പോയാൽ വേണ്ടുകയില്ല, ഇവൻ എന്തിനാ പോകുന്നത്? കാര്യം അവൻ ഭയങ്കര മാന്യനാണ്. അങ്ങനെ മാന്യനായ വ്യക്തി എന്നാൽ പിന്നെ രാത്രി പോകാമെന്ന് ചിന്തിച്ചു. രാത്രി പോയി അവിടെ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എനിക്ക് മനസ്സിലായി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ് എന്ന്. തന്നെയല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഓ, എന്തോ ഒരു വലിയ അപ്രീസിയേഷനാ. ഞാൻ ചിന്തിച്ചു, നമ്മുടെ ഇക്കാലത്തെ ക്രൂസൈഡുകാരുടെയൊക്കെ അടുത്തെങ്ങാനും ചെന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മതത്തിൻ്റെ നേതാവ് ചെന്ന് പറയുകയാണെന്ന് വെച്ചോ, അയ്യോ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാനും ഇതൊക്കെ ചെയ്യാനും ഒന്നും ആർക്കും കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ക്രൂസൈഡ് പ്രീച്ചർ ആണെങ്കിൽ പറയും, സാറേ വളരെ നന്ദി, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നത് മനസ്സിലായല്ലേ, പിന്നെ ഞാൻ അടുത്ത ഒരു ക്രൂസൈഡ് ഞങ്ങളിവിടെ നടക്കുന്നുണ്ട്, അന്ന് സാറ് വന്നൊന്ന് പറയണേ ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന്. എൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് സാറ് വന്നൊന്ന് സാക്ഷി പറയണേ. രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ അല്ലയോ ഇപ്പോൾ സാക്ഷി പറയിക്കുന്നത്, ഇല്ലേ? രാഷ്ട്രീയക്കാരെയും വലിയ വലിയ ആൾക്കാരെയും കൊണ്ടുവന്ന് ഒന്ന് പറയണേ, ഈ നിങ്ങളുടെ ഈ റിലീജിയൻ ഞാൻ, അല്ലെങ്കിൽ ഈ മിക്കവാറും ഈ ടി വിയിലുള്ളവരും ചിലപ്പോൾ പറയും, ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിൽ അടുത്ത ആഴ്ച സാറിനൊന്ന് വരാമോ, ഒന്ന് പറയാമോ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നൊന്ന് പറയാമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ നിക്കോദിമോസ് വന്ന് വലിയ അപ്രീസിയേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, എന്നാ പറഞ്ഞെന്നറിയാമോ? നിക്കോദിമോസേ, നിന്റെ അപ്രീസിയേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ നിന്നോടൊരു സത്യം പറയാം, നീ സ്വർഗത്തിൽ പോകത്തില്ല എന്നാ പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. എന്താ പറയുന്നത്? ഡയറക്റ്റായിട്ട് പറയുകയാണ്, നീ ഇത്രയെല്ലാം പറഞ്ഞാൽ എൻ്റെ മക്കളെ, നീ പുതുതായി ജനിച്ചവനല്ല, നീ സ്വർഗത്തിൽ പോകത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയും, അയ്യോ അങ്ങനൊക്കെ പറയാമോ, ഒരു മയത്തിനൊക്കെ വേണ്ടേ പറയാൻ? പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. സത്യം സ്നേഹത്തിൽ സംസാരിക്കണം. പക്ഷെ സ്നേഹത്തിൽ സത്യമേ പറയാവൂ, കള്ളം പറയല്ല.
ആരുടെയും മുമ്പിൽ കള്ളം പറയരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഡയറക്റ്റ് പറയാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. എന്തുകൊണ്ട് പോകത്തില്ല? ഇല്ല, സ്വർഗത്തിൽ പോകാൻ യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ പരീശനായാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ പള്ളി പോയാൽ പോരാ. സ്വർഗത്തിൽ പോകാൻ ന്യായപ്രമാണം അനുസരിച്ചാൽ പോലും പോരാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. നീ വീണ്ടും ജനിക്കണം. ഇന്ന് എനിക്കും പറയാനുള്ള, എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു കനോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പെൺകാരനും വീണ്ടും ജനിക്കാത്തവൻ സ്വർഗത്തിൽ പോകത്തില്ല. നമ്മളെയൊക്കെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എത്രയോ പേര് വീണ്ടും ജനിക്കാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. നല്ല പിള്ളേരായിരിക്കും, പക്ഷെ വീണ്ടും ജനിക്കുക. നല്ല പിള്ളേരെല്ലാം സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. നല്ല പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാത്ത പിള്ളേർ, കള്ളു കുടിക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അവനങ്ങ് സ്വർഗത്തിൽ പോകുന്ന നമ്മുടെ ചിന്ത. അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അവൻ പള്ളി വരും, പാട്ട് പാടും, കൊയറിന് പാടുന്നുണ്ട് എന്ന് പറഞ്ഞും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം. കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിക്കോദിമോസിന് ഭയങ്കര അത്ഭുതം. നിക്കോദിമോസ് പറയാ, ഞാൻ യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണ്. യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറയാ. നിക്കോദിമോസ് പറയാ, ഞാൻ പറയുന്നതല്ല. എന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃത്തനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? അവൻ പറയുന്നത്, ഇനിയും ജനിച്ചാലും എവിടെ നിന്ന് ജനിക്കണം? യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കണം. കാര്യം അവൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. യഹൂദൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന അവൻ്റെ ചിന്ത. മനുഷ്യൻ രണ്ടാമതും വൃത്തനായ ശേഷം രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നത് അതല്ല. കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും എന്തോ ഇത്? സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ പറയുന്നത് അതല്ല. ഇവിടെ പറയുന്നത്, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത് വെള്ളത്തിലുള്ള ജനനമാണ്. അഥവാ അമ്മയുടെ ഉദരത്തിൽ ഫ്ലൂയിഡിലാണല്ലോ എല്ലാ മനുഷ്യനും ജനിക്കുന്നത്. വെള്ളത്താൽ ജനിച്ചതുകൊണ്ട്, അഥവാ അമ്മയുടെ ഉദരത്തിൽ, യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനിയായി ജനിച്ചെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ ജനിച്ചപ്പോൾ നമുക്കൊരു ശരീരം കിട്ടി, നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി. എന്നാൽ ആ ജനനമല്ല, പുതുജനനം, വീണ്ടും ജനനം. അതെന്താണ്? ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവിനാൽ ജനിക്കുക. എന്നിട്ട് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അതായത് വെള്ളത്താൽ ജനിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് ജനനമാണ്, ശാരീരിക ജനനമാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. എന്നാൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ആത്മാവിൽ ജനിക്കണം. ആത്മാവിനാൽ ജനിക്കണം. ജഡത്താൽ ജനിച്ചാൽ പോരാ, ആത്മാവിനാൽ ജനിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ജനിക്കണം. പുതുജനനം. പുതുജനനത്തെക്കുറിച്ച് ഇന്ന് പലപ്പോഴും ആളുകൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരാൾ രക്ഷിക്കപ്പെടാൻ പോലും ടിക്കറ്റാ മതി എന്നുള്ളൊരു കാലയളവിലേക്ക് വന്നിരിക്കുക ഇന്ന്. പുതുജനനത്തെക്കുറിച്ച് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? നമ്മുടെ സഭകളിൽ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? വി നീഡ് ടു ബി ബോൺ അഗെയിൻ. പുതുജനനം വേണം. വീണ്ടും ജനിക്കണം. കാര്യം, വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ അവൻ ദൈവ മകനായിത്തീരും. ദൈവ മകനായിത്തീർന്നാലാണ്
ദൈവത്തിൻ്റെ ഭവനം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്കേ കിട്ടത്തുള്ളൂ. സ്വർഗം ദൈവത്തിൻ്റെയാണ്. ആ സ്വർഗം ദൈവത്തിൽ നിന്ന് ജനിച്ചവനേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ജനിച്ചു വളർന്ന വീട് 200 വർഷമായിട്ട് സെയിം വീടാണ്. കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പഴയ തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ ഗ്രാൻഡ് ഫാദർ പണിയിച്ച വീടാണ് എന്ന് അതിനു മുമ്പുള്ളതായിരിക്കും. എൻ്റെ ഗ്രാൻഡ് ഫാദറൊന്നും അല്ല പണിയിച്ചത്. 100-200 വർഷം പഴക്കമുള്ള വീടാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ജനിച്ചു വന്ന കൂട്ടത്തിൽ അഹങ്കാരമൊന്നും പറയല്ല കേട്ടോ, എന്ന് ചിന്തിക്കരുത്. കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലാണ്. ഇത്തിരി കൃഷി, ഒരു 10-15 ജോലിക്കാരെല്ലാ ദിവസവും വീട്ടിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, തെങ്ങും തോട്ടമുണ്ട്. അങ്ങനെ ഒരിടത്ത് തന്നെയല്ല, തോട്ടങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഫാദറും ഒക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇവർ ഭയങ്കര ജനറസുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പോലുള്ള തൊഴിലാളി മുതലാളി ബന്ധമല്ലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾ അവരുടെ കുടുംബം പോലെയാണ് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങനത്തെ ജോലിക്കാരുണ്ട്. സ്വന്തം കുടുംബം പോലെ നോക്കുന്ന ജോലിക്കാർ നമ്മുടെ തോട്ടത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളവർ. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഭയങ്കര ജനറസ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെല്ലാം എൻ്റെ ഫാദർ കൂട്ടുനിൽക്കും. ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യം അവന് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശെല്ലാം ഉള്ളൂ. എൻ്റെ ഫാദറാണ് ഹോസ്പിറ്റലിലെ ബില്ല് കൊടുക്കുന്നത്. അതുപോലെ പിള്ളേർ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാലത്ത് കൊച്ചു കൊച്ചു ക്ലാസ്സുകളല്ലേ, ഫീസ് കൊടുക്കണമെങ്കിൽ പിള്ളേർ പഠിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പൻ ആ പിള്ളേരുടെ ഫീസ് കൊടുക്കും. അപ്പോൾ ഫീസ് കൊടുക്കും എന്ന് തന്നെയല്ല, അവരിൽ ചിലർക്കൊക്കെ വീടുകളില്ലായിരുന്നവർക്ക് കുടികിളപ്പെന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ, വീട് വെച്ചിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ കുടികിളപ്പുകാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അന്ന് കൊടുത്തതാണ്. എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ കൊടുത്ത കുടികിളപ്പുകാരുണ്ട്. അങ്ങനെ അത് തന്നെയല്ല, ഈ ആർക്കെങ്കിലും അങ്ങനെ എന്തുവാ അപ്പനെക്കുറിച്ച് ഇതെല്ലാം ശരി. പക്ഷേ വീടുണ്ടല്ലോ, പൈതൃകമായി കിട്ടിയ വീട്, എൻ്റെ അപ്പൻ്റെ വീട്, ജോലിക്കാർക്ക് ഒരു കുടില് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ്റെ വീട് ജോലിക്കാർക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ അപ്പൻ്റെ വീട് സഹായം അഭ്യർത്ഥിച്ച് വന്ന ആളുകൾക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ അപ്പൻ്റെ വീട് എനിക്കാ തന്നത്. എന്തുകൊണ്ടാ അപ്പൻ്റെ വീട് എനിക്ക് തന്നത്? ഞാൻ നല്ല ജോലിക്കാരനായതുകൊണ്ടല്ല. എന്തുകൊണ്ടാ? ഞാൻ മകനായതുകൊണ്ടാണ്. അപ്പൻ്റെ വീട് മകന് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ഉദാഹരണം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ വലിയ കാശുകാരാണെന്ന് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നും അല്ല കേട്ടോ. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്നതുപോലെ ദൈവം ഭയങ്കര ജനറസാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏത് മതക്കാരനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവരാര് വന്ന് ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ സഹായം അഭ്യർത്ഥിച്ചാൽ ദൈവം ചെയ്തു കൊടുത്തെന്നിരിക്കും. ചിലപ്പോൾ രോഗമാണെന്ന് പറഞ്ഞ് വന്ന് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണം, എൻ്റെ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറ്റി കൊടുത്തെന്നിരിക്കും. എനിക്ക് താമസിക്കാനൊരു വീടില്ല, ദൈവമേ എനിക്കൊരു വീട് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് മതക്കാരനാണെങ്കിലും ചിലപ്പം ദൈവം വീട് കൊടുത്തെന്നിരിക്കും. മനസ്സലിവ് കൊണ്ട് ദൈവം തൻ്റെ സൃഷ്ടിക്ക് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിനാണ് നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത്. വീണ്ടും ജനിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൻ്റെ മകൻ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം
ഇവിടെയുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, മറ്റൊന്നുമല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു മാർഗമേ ഉള്ളൂ: ദൈവമകനാവുക, ദൈവത്തിൻ്റെ മകനാകുക. ദൈവത്തിൻ്റെ മകനാകുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്കാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. അപ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക്, ഞാൻ പറഞ്ഞ വാചകം കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഓക്കെ, ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ സ്വർഗം എന്ന് വെച്ചോ, ഞാൻ എങ്ങനെയാ ദൈവത്തിൻ്റെ മകനാകുന്നത് എന്ന് ചോദിച്ചാൽ, എങ്ങനെ ദൈവത്തിൻ്റെ മകനാകണമെന്നുള്ളതും ഈ വേദപുസ്തകത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഈ വേദപുസ്തകത്തിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വേദപുസ്തകം ഒന്ന് ഇരുന്നൊന്ന് വായിച്ചു നോക്കാം, അതിനകത്തുണ്ട് എങ്ങനെ ദൈവ മകനാകാൻ പറ്റും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട്, റിസീവ് ഹിം ഇൻസൈഡ് ആൻഡ് ബിലീവ് ഇൻ ഹിസ് നെയിം, ഗോഡ് ഹാസ് ഗിവൺ അതോറിറ്റി ടു ബിക്കം ഹിസ് ചിൽഡ്രൻ. റിസീവ് ഹിം ഇൻസൈഡ്, അവനെ കൈക്കൊണ്ടെന്നുള്ള വാക്ക് അവനെ ഉള്ളിൽ കയറ്റിയിരുത്തി എന്നാ അതിൻ്റെ കറക്റ്റ് അർത്ഥം. യേശുവിനെ ഉള്ളിൽ കയറ്റിയിരുത്തണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഭൂമിയിൽ ജീവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല വിശ്വാസം. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് കുറെ കൂടെ ആഴമുള്ള അർത്ഥമാണ്. ആ യേശുവിനെ ഹൃദയത്തിൽ കയറ്റിയിരുത്തി ആ യേശുവിൻ്റെ പേര് സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന അർത്ഥം. ആ യേശുവിൻ്റെ പേര് സ്വീകരിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ജനനത്താൽ. അടുത്ത വാക്യം അതാ പറയുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താൽ അല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അതാണ് നിക്കോദിമോസിനോട് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനാണ്. ആ ദൈവത്തിൻ്റെ മകനുള്ളതാണ് സ്വർഗം. അല്ലാതെ ആർക്കും സ്വർഗമില്ല. ദൈവത്തിൽ നിന്ന് എങ്ങനെ ജനിക്കും? യേശുവിനെ ഉള്ളിൽ കയറ്റണം. വെറുതെ കയറ്റുകയല്ല, എവിടെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഉള്ളിൽ കയറ്റി അവിടെ ഇരുത്തണം.